അങ്ങനെ നമ്മുടെ റംബുട്ടാൻ നോക്കാൻ വന്നിരിക്കുകയാണ്. ഇതെല്ലാം അണ്ണാൻ കടിച്ചു കേട്ടോ. നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. വാവ്, ആദ്യമായിട്ട് കിട്ടിയ റംബുട്ടാനാണ്. അന്ന് നമ്മൾ വലയിട്ടിരുന്നു. ഇത് മുറിച്ച് നോക്കട്ടെ. ഇത് മുറിക്കാൻ പറ്റുന്നില്ലല്ലോ. യെസ്, നല്ല ദശയുള്ള സാധനമാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഉഗ്രൻ, നല്ല ദശയുള്ളതാ. ദശയുള്ളതിന് പറഞ്ഞ വരിക്കാന്നല്ലേ. സൂപ്പർ സാധനമാണ്, നല്ല ഉഗ്രൻ. നമ്മുടെ റംബുട്ടാനെല്ലാം നല്ല പഴുത്ത് ചുമന്ന് കിടക്കുകയാണ്. കഴിഞ്ഞ ഒരു 1 month ബാക്കാണ് നമ്മൾ വന്ന് ഇതിനെല്ലാം വലയിട്ടത്. ഇപ്പം എല്ലാം നല്ലതായിട്ട് പഴുത്തു. ഇങ്ങനെ നമ്മുടെ റംബുട്ടാൻ എല്ലാം പഴുത്തു നല്ല വരിക്കയാണ്. ഐ എം സോ ഹാപ്പി. നമ്മൾ വന്ന് വലയിട്ടു, കുറേ അണ്ണാനൊക്കെ കൊണ്ടുപോയി, എന്നാൽ പോലും നമുക്ക് കിട്ടി. ഫസ്റ്റ് ടൈമാണ് ഈ റംബുട്ടാൻ ഇവിടെ കായ്ക്കുന്നത്. അപ്പം അന്ന് വലയിട്ട കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയെങ്കിലും കിട്ടിയത്. പഴുത്തതും മൂത്തു തുടങ്ങിയ കായകളും എല്ലാം ഞങ്ങൾ പറിക്കുക. എന്നാൽ അണ്ണാനെങ്കിലേ ഉപേക്ഷിക്കില്ല കേട്ടോ, അവർക്കും കുറച്ച് നിർത്തിയേക്കും. ഇത് അത്ര ചുമന്ന് പഴമായില്ല, പക്ഷെ മൂത്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇതും പറിച്ചെടുക്കാം. ഇതാണ് നമ്മൾ വലയിട്ടിരുന്നത്. അങ്ങനെ വല പൊക്കി കഴിയുമ്പോൾ നമ്മുടെ റംബുട്ടാനിലേക്ക് നമ്മൾ എത്തുകയാണ്. എന്ത് കിട്ടി കിട്ടി കിട്ടി. അപ്പോൾ വലയുടെ നടുക്കായിട്ട് ഞാനും റംബുട്ടാനും നിൽക്കുകയാണ്. ഇവിടെയുണ്ട്. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇത് കായ്ച്ചത്. വരിക്കയാണ്, നല്ല ഫ്ലഷുള്ള സാധനം. ഈ നെറ്റിൻ്റെ അടിയിലും ഉണ്ട്. അപ്പം നെറ്റൊക്കെ മാറ്റി നമ്മൾ നോക്കുമ്പോൾ നിറച്ച് പഴുത്ത് നിൽക്കുന്ന റംബുട്ടാൻ. നമ്മളൊക്കെ കൊച്ചായിരുന്നപ്പം ഇത് കണ്ടിട്ടുണ്ട്. ഇതിന് പറഞ്ഞിരുന്ന പേര് പൂടപ്പഴം എന്നാണ്. പക്ഷെ നമ്മളാരും ഇത് വാങ്ങുകയോ കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ദൂരെ എവിടെ നിന്നോ കൊണ്ടിരുന്ന വലിയ വില കൊടുത്ത് വാങ്ങേണ്ട സാധനം എന്നാണ് അന്ന് നമ്മൾ കരുതിയിരുന്നത്. പറിച്ചെടുക്കാം. വാഴയില വെട്ടിയിട്ടു, അതിനകത്തോട്ട് പറിച്ചു വെക്കാം. ഈ കൊല്ലം ഇങ്ങനെ തന്നെ അങ്ങ് മുറിക്കാം അല്ലേ. എല്ലാ കായും ഒരുപോലെ പഴുത്തിട്ടില്ല. അതുകൊണ്ട് തണ്ടും ഇലയും കൂടെ ചേർത്താണ് പറിക്കുന്നത്. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഴുത്ത് വരും. കുറേ ഉണ്ട്. ഇതൊക്കെ പച്ച കളർ മാറി മഞ്ഞയിലേക്ക് ആകുന്നതേ ഉള്ളൂ. ഇനിയും കിട്ടി. ഇത് അപ്പുറത്ത് പോഷനിൽ കിടന്നതാണ്. പക്ഷെ ഇതിനകത്ത് 2-3 എണ്ണത്തിന് അണ്ണാൻ കൊണ്ടുപോയിട്ടുണ്ട്. അത് കളയാം. അപ്പം നമ്മുടെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നെറ്റ് എടുത്തുകൊണ്ട് പോവാം. അടുത്ത വർഷം ഇങ്ങനെ കൊണ്ട് നിടാൻ വേണ്ടി. ഭയങ്കര മഴ വരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് നെറ്റും എടുത്തുകൊണ്ട് വീട്ടിൽ പോകാം. അടുത്ത നെറ്റ് മഴ വരുന്നു, മഴ വരുന്നു. കിട്ടിയാ? നല്ല ചുമന്നതൊക്കെ അടി കിടപ്പുണ്ട്, നല്ല പഴുത്തതൊക്കെ അടിയിലുണ്ട്. നമ്മുടെ നെറ്റെല്ലാം നമ്മൾ കയ്യിൽ മടക്കിയെടുത്തു. അടുത്ത വർഷം ഇനിയും നമുക്ക് ഇതിൽ കൂടുതൽ റംബുട്ടാന് വേണ്ടിയിട്ട് വലിയ നെറ്റ് കൊണ്ടുവന്നിടണം.
വലിയ മഴ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇതെല്ലാം ആയിട്ട് വീട്ടിൽ പോവാണ്. മഴ പെയ്ത് കഴിഞ്ഞു നമ്മൾ വേഗം ഓടുവാണ്. നമുക്ക് ഈ മുറത്തിനകത്തെടുക്കാം. കൊച്ചു വാടാ, ബാ. നല്ലതാപ്പേ, താഴോട്ട് വെക്കാം, നിലത്തോട്ട് വെക്കാം. അപ്പം ഞാൻ എടുത്തേക്കാം. കാണാമോ? ഓ എൻ്റെ ദൈവമേ, നോക്കിക്കേ. നമ്മുടെ കൊച്ചുമില്ലാത്ത എന്ത് ആഘോഷമുള്ള ഇവിടെ. റംബൂട്ടാൻ ഇവിടെ ഇടാ, നോക്കടാ, കൊച്ചിന് റംബൂട്ടാൻ. ഹായ് പൊന്നൂസ്, അത് പച്ചയല്ലേ, പഴുത്തെടുക്ക്. ഇത് നല്ല പഴുത്തല്ലേ, അത്ര ഈസി അല്ല കേട്ടോ മുറിക്കാനേ, നല്ല തിക്ക. അയ്യോ എൻ്റെ കൊച്ചിന് റംബൂട്ടാൻ വേണോ? ഹായ്, മുറിച്ചു തരണ. കുറച്ചുകൂടെ പഴുക്കാനുണ്ടേ. ഇതാ കുറച്ചുകൂടെ പഴുക്ക. അല്ല, ഇതിനും ഇല്ല. സൂപ്പർ. സോ നമ്മുടെ റംബൂട്ടാനൊക്കെ പറിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇതേ മുറത്തിനകത്താക്കി. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മൾ സ്വന്തമായിട്ട് നട്ട് വളർത്തിയ ഒരു സാധനം ആദ്യമായിട്ട് കായ്ച്ചു, അതിനകത്ത് നല്ല ഫലം കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ.